ഈ ചുട്ടുപൊള്ളുന്ന ചൂടത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിതവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട്. ഒരു ബൗളോ കപ്പോ ഏതായാലും മതി കേട്ടോ. അതിനകത്തേക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ഇട്ട് കൊടുക്കുക. നമ്മളിന്ന് വാട്ടർമെലൺ മൊഹീറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-12 പീസ് തണ്ണിമത്തൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങയും കൂടി ചേർക്കാം. ഒരു പകുതി നാരങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് തൊലിയോട് കൂടി തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. തൊലിയും കൂടി ചേർത്ത് ഉണ്ടാക്കിയാലേ ഈ മൊഹീറ്റോയുടെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഓക്കെ, ഇനി കുറച്ച് പുതിന ഇലയും കൂടി ഇടാം. ഒരു 5-6 ഇല ഇട്ടിട്ടുണ്ട്. പുതിനയുടെ അളവൊക്കെ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് എത്ര ഇഷ്ടമാണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. പഞ്ചസാരയും നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം, ഒരു ടേസ്റ്റിനനുസരിച്ച്. ഈ തണ്ണിമത്തന് എത്ര മധുരം ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഒരു നുള്ള് ഉപ്പും കൂടി ഇടാം, ചെറിയൊരു നുള്ള് കേട്ടോ. ഇനി ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ആ നാരങ്ങയുടെയും പുതിനയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് വരണം. തണ്ണിമത്തൻ നല്ലപോലെ ഉടഞ്ഞ് കിട്ടുകയും വേണം, അതിൻ്റെ ഒരു ജ്യൂസൊക്കെ ഇറങ്ങണം. ഈ നാരങ്ങയുടെ തൊലി അതിനകത്തുണ്ടെന്ന് വിചാരിച്ച് ഒരുപാട് കയ്പൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ ഉടച്ചു. ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ മൊഹീറ്റോ സെർവ് ചെയ്യുന്നത് ആ ഒരു ഗ്ലാസ് എടുത്ത് അതിനകത്തേക്ക് നമ്മൾ ഈ ഉടച്ചു വെച്ച തണ്ണിമത്തൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഓരോ ഗ്ലാസ്സിലും 1-2 പീസ് നാരങ്ങയും പുതിനയിലയൊക്കെ വേണം കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം. കടകളിലൊക്കെ ഉണ്ടാക്കുമ്പം ഐസ് ക്യൂബ്സിന് പകരം ക്രഷ്ഡ് ഐസാണ് അവർ ചേർക്കുന്നത്. ഇനി മഞ്ഞ് പോലെ തരി തരിയായിട്ട് വെച്ചിരിക്കുന്ന ഐസ്. അപ്പോൾ വീട്ടിൽ അത് ഉണ്ടാക്കാൻ പാടായതുകൊണ്ടാണ് ഐസ് ക്യൂബ്സ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൽ സോഡ ഒഴിക്കാം. പ്ലെയിൻ സോഡയാണേ. മൊഹീറ്റോയിൽ ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കത്തില്ല. ഫുൾ സോഡയും പിന്നെ ഫ്രൂട്ട് ഏതാണോ, അപ്പോൾ ഇതിപ്പോൾ വാട്ടർമെലൺ ആണല്ലോ, അത് ഉടച്ചതും മാത്രമാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒരു ജ്യൂസേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മൊഹീറ്റോ റെഡി. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് റെഡിയാക്കാൻ. നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ വാട്ടർമെലൺ തണ്ണിമത്തൻ അല്ലാതെ വേറെ ഏത് ഫ്രൂട്ട് വെച്ച് വേണമെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് മൊഹീറ്റോ റെഡിയാക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.